ഹലോ ഗെയ്സ്, കുറച്ചധികം മുളക് കിട്ടിയിട്ടുണ്ടേ. 1 കിലോ മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് അച്ചാറിടാന്ന്. ഈ മുളക് അച്ചാർ നല്ല ടേസ്റ്റാണ് ഈ മുളക് അച്ചാറിട്ടാൽ. അപ്പം ഇതിന് ഞങ്ങളെ ഇവിടെ തൊണ്ട മുളകെന്നും സാമ്പാർ മുളകെന്നെല്ലാം പറയും. നിങ്ങളെ നാട്ടിൽ എന്ത് പറയുമെന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഓരോ മുളകിനെ നന്നായിട്ട് തുടച്ചെടുക്കണം. തുടച്ചെടുത്ത മുളകിന് നമ്മൾ ഇതിനെ നെടുകെ പിളർന്നെടുക്കണം. പക്ഷേ ഇത് ഞെട്ടിൽ നിന്ന് അടർന്നു പോകാനും പാടില്ല. പകുതി വരെ ഇങ്ങനെ നെടുകെ മുറിച്ചെടുക്കണം. അപ്പോൾ ഓരോ മുളകിനെ ഇതുപോലെ നെടുകെ മുറിച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ ഇതിന് ആവശ്യമായതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് നല്ല കറുത്ത പഴയ പുളിയുണ്ടല്ലോ, അത് നന്നായിട്ട് പിഴിഞ്ഞ് കട്ടിക്കെടുക്കണം. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഉലുവാപ്പൊടി, കായപ്പൊടി, നല്ലെണ്ണ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഈ പുളിവെള്ളം നല്ല കട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുക്കണം. ആവശ്യത്തിന് ഇതിൻ്റെ 1 കിലോ, ഇതിപ്പോൾ ഞാൻ 1 കിലോ മുളകിൻ്റെ ആവശ്യത്തിനാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനും നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലോട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ചേർത്തും നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് വറ്റൽമുളക് ചേർക്കണം. വറ്റൽമുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് കായപ്പൊടി ചേർക്കണം. കായപ്പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കുമ്പോഴത്തേനും നല്ലൊരു മണം വരും. ആ ഒരു ടൈമിന് നന്നായിട്ട് മണം വരുന്ന മൂത്ത ഒരു മണം വരും. ആ ഒരു സമയത്ത് നമ്മൾ കട്ടിക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം ഇതിലിട്ട് ചേർക്കണം. അത് പഴയ പുളി തന്നെ എടുക്കണം, പുതിയ പുളി ആകരുത്. നല്ല കറുത്ത പഴയ പുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത് ആ വെള്ളമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ആ പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. അത് നല്ലൊരു നന്നായിട്ട് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അപ്പോഴത്തേനും നമ്മൾ വേറൊരു പാത്രത്തിൽ ഈ നെടുകെ മുറിച്ച് വെച്ചേക്കുന്ന പച്ചമുളകില്ലേ, അതിനെ കുറച്ച് നല്ലെണ്ണ ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടാകണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് മാറാൻ വേണ്ടി, വെള്ളയപ്പം മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ പുളിവെള്ളത്തിലോട്ട് ആ മുളകിനെ ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിൽ ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മളെ ആവശ്യത്തിന്, അതായത് മുളകിൻ്റെ ആവശ്യത്തിന് വിനാഗിരി ചേർക്കുക. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൽ ചേർക്കുന്നത് പുളിവെള്ളവും വിനാഗിരിയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം വിനാഗിരിയും ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ്, അപ്പോഴത്തന്നെ ഉപയോഗിക്കാം. അത്ര നല്ല ടേസ്റ്റാണ് ഇത്. ചോറുണ്ണാനും പഴങ്കഞ്ഞി കുടിക്കാനും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇത് ഇട്ട പാത്രത്തിൽ തന്നെ ചോറിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫൈനൽ ഈ ഒരു രൂപത്തിലായിരിക്കും. ഇതിൻ്റെ മുളകിലെല്ലാം നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ.